കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന പോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക കാരണമില്ലാത്തതെന്ന് തന്നെ പറയാം. എന്ത് കാരണമാണെന്ന് അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും വി ഡി സതീശൻ്റെ മുഖം കണ്ടാൽ ആരും വോട്ട് ചെയ്യില്ല എന്നൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശം പൂർണ്ണമായി പറഞ്ഞു പോകണം എന്നുള്ളതാണ്. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. വീണ ജോർജ് ഭയങ്കര കഴിവുള്ള മന്ത്രിയാണ്, കഴിവുള്ള മന്ത്രിയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വീണ ജോർജിന്റെ മണ്ടയ്ക്ക് കുതിര കയറാൻ പോകുന്നത് രാഷ്ട്രീയമാണ്. ശബരിമല വിഷയത്തിൽ തൽസ്ഥിതി തുടരണം, ഇടതുപക്ഷം നിലപാട് തിരുത്തണം, ഒന്ന് വിമർശിക്കാൻ കൂടി അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. വി ഡി സതീശനാണ് മുന്നിൽ നിൽക്കുന്നത്. വി ഡി സതീശന്റെ മുഖം കണ്ട ആരും യു ഡി എഫ് വോട്ട് ചെയ്യില്ല. ഇപ്പോൾ നടക്കുന്ന ജാഥകൾക്ക് പിൻശക്തിയായി നിന്ന് നിയന്ത്രിക്കുന്നത് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് മമതയും കൂറും ഉള്ളത് പിണറായി വിജയനോടാണ്. കാരണം ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ VS അച്യുതാനന്ദനാണ് ഒരു ആദ്യ ഈഴവ മുഖ്യമന്ത്രി. അത് ഇദ്ദേഹത്തിന്റെ ഭാഷയായിട്ടോ, എന്റെ ഭാഷയല്ല, വെള്ളാപ്പള്ളിയുടെ ഭാഷ. പിന്നീട് പിണറായി വിജയനാണ് ഈഴവ മുഖ്യമന്ത്രിയായി വരുന്നത്, ഭരണം തുടരുന്നത്. അപ്പോൾ സമുദായ സ്നേഹിയായ ഈ പറയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനോടുള്ള ബഹുമാനമല്ല കേട്ടോ, സമുദായ സ്നേഹിയായ വെള്ളാപ്പള്ളി നടേശന് ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ കൊള്ളാം, എന്നാലേ 1-ാം നമ്പർ കാറിലൊക്കെ കയറി പോകാൻ സാധിക്കുള്ളൂ, ഇയാൾക്കെതിരെ ഉയർന്നു കേട്ട ആരോപണങ്ങൾ അടിച്ചമർത്താൻ പറ്റും. പിന്നീട് ഇദ്ദേഹത്തിന് അടുത്ത താല്പര്യമുള്ളത് BJP നേതൃത്വത്തിനോടാണ്. കാരണം മകനെ ഡമ്മിയാക്കിക്കൊണ്ട് അയാൾ തന്നെ നയിക്കുന്ന VDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ രാഷ്ട്രീയ പ്രസ്ഥാനം NDAയിൽ നിൽക്കുന്നു. പത്മഭൂഷണൊക്കെ നൽകി കേന്ദ്രം അദ്ദേഹത്തെ ആദരിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ BJPയോട് ഒരു വല്ലാത്ത മമതയും സ്നേഹവും ഒക്കെ വെള്ളാപ്പള്ളി നടേശനുണ്ട്. വി ഡി സതീശനോട് എന്തുകൊണ്ട് ഇത്ര വലിയ എതിർപ്പ് എന്ന് ചോദിച്ചാൽ, ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ വി ഡി സതീശൻ ആവരുത്, അത് മുഖ്യമന്ത്രിയായി വരേണ്ടത് കെ സി വേണുഗോപാലോ രമേശ് ചെന്നിത്തലയാണോ എന്ന് ആവണം. അറിയാൻ പറ്റില്ലല്ലോ, ഇയാളിതൊക്കെ പറയുമ്പോഴും താൻ പറയുന്നത് ആരും കേൾക്കില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം പുള്ളിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനം UDFനെ ജയിപ്പിച്ചാൽ മുഖ്യമന്ത്രി ആകേണ്ടത് ഒന്നുകിൽ ഈ പറയപ്പെടുന്ന കെ സി വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ഇവർ നായർ സമുദായ അംഗങ്ങളൊക്കെ. അപ്പോൾ അതിൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും ആലപ്പുഴയെ പ്രദാനം ചെയ്യുന്ന ആളുകളാണ്. കണ്ണൂരുകാരനാണ് കെ സി വേണുഗോപാലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ആലപ്പുഴയും ഡൽഹിയുമാണ്. ആലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. രമേശ് ചെന്നിത്തലയും ഹരിപ്പാടുകാരനാണ്. ഇവർക്ക് രണ്ടുപേർക്കും SNDP നേതൃത്വത്തിനോട് വെള്ളാപ്പള്ളി നടേശനോട് ഒരു വലിയ ആത്മബന്ധം ഉള്ളവരാണ്. വി ഡി സതീശൻ പറവൂരുകാരനാണ്, എറണാകുളംകാരനാണ്. വി ഡി സതീശൻ ഈ സമുദായ നേതാക്കന്മാരുടെ കാല് പിടിച്ച് അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് എതിരാണോ അല്ലെങ്കിൽ അദ്ദേഹം അതിനെതിരാണ്, അങ്ങനെയാണ്. പക്ഷെ നോക്കൂ, UDFന്റെ ഒരു സൗന്ദര്യം തന്നെ ഒരു ജാഥ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ നയിക്കുമ്പോൾ പിന്നിൽ നിന്ന് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലാ നേതാക്കളും കൂടെ ഉണ്ട്. ഞാൻ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പേരുകൾ വെച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊരു വലിയ സൗന്ദര്യമല്ലേ, ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യമല്ലേ. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ മൂന്നാം തവണയും അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഈ രണ്ടു പേരുകൾ, ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അധികാരത്തിൽ വരുമെന്ന് പറയുന്ന പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവായ ഇയാളുടെ മുഖം കണ്ടാൽ ആരും വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെയും നമുക്കൊന്ന് താരതമ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടുപേരുടെയും പ്രായം രണ്ടാണ്. 90 വയസ്സ് കഴിഞ്ഞു വെള്ളാപ്പള്ളിക്ക്. അല്ല, ഞാൻ വെള്ളാപ്പള്ളിയെ വിട്ടുവന്നു. ഞാൻ ഇനി ഇവിടെ പിണറായി വിജയനെ കുറിച്ചും വി ഡി സതീശനെയും കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾ, ക്ഷീണം, ചികിത്സയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് പിണറായി വിജയൻ. വി ഡി സതീശൻ ഇപ്പോഴും ആ യുവത്വത്തിന്റെ ആ തിളപ്പ് മാറാത്ത മധ്യവയസ്സോടടുക്കുന്ന, രാഷ്ട്രീയത്തിലെ യുവത്വം തന്നെയാണ്, മധ്യവയസ്സോടടുക്കുന്ന, പറയുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, തന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെന്ന് കാലാകാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ പലപ്പോഴും അടിച്ചമർത്തപ്പെട്ട ആ അടിച്ചമർത്തലുകളിൽ നിന്ന് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന നേതാവിൻ്റെ പേരും വി ഡി സതീശൻ എന്ന് തന്നെയാണ്. പിണറായി വിജയൻ ഒരിക്കലും അവരുടെ പ്രസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെടേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം മറ്റുള്ളവരെ അടിച്ചമർത്തിയ ചരിത്രം മാത്രമേ പിണറായി വിജയൻ, കൂടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ, അതെ, VS അച്യുതാനന്ദനെ അടക്കം.
വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ LLBയും LLMും കഴിഞ്ഞ് ഹൈക്കോടതി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായ മനുഷ്യൻ്റെ പേരാണ് വി ഡി സതീശൻ. ഒരു കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയിൽ ഒരു ദിവസം പോയി നിന്നങ്ങ് നേതാവായ ആളല്ല വി ഡി സതീശൻ. പിണറായി സഖാവ് അത്ര വലിയ ജനപ്രിയനാണെങ്കിൽ നിങ്ങൾ ഈ മലബാർ മേഖല വിട്ട് അല്ലെങ്കിൽ ഈ കണ്ണൂരിൻ്റെ ചുവപ്പ് കോട്ടകൾ വിട്ട് മധ്യ കേരളത്തിലേക്കോ തെക്കൻ കേരളത്തിലേക്കോ വന്നോ ഏതെങ്കിലും മണ്ഡലത്തിലൊന്ന് മത്സരിച്ച് കാണിക്കണം. അങ്ങനെ മത്സരിച്ച് കാണിച്ച ചരിത്രം MV രാഘവനും VS അച്യുതാനന്ദനും ഒക്കെ ഉണ്ടായിരുന്നു. ആലപ്പുഴ വിട്ട് മലമ്പുഴ പോയി മത്സരിച്ചല്ലോ. അത്തരത്തിൽ MVR ഉണ്ട്. ശരിയാ. MVR പുനലൂർ മത്സരിച്ചിട്ടില്ലേ? അതെ, നമ്മുടെ കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ധൈര്യം കാണിക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം. വി ഡി സതീശൻ പറവൂരിൽ നിന്ന് നേമത്തേക്ക് മത്സരിക്കാൻ വരണമെന്ന് വെല്ലുവിളിച്ച വി ശിവൻകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, വി ഡി സതീശൻ പറവൂരിൽ മത്സരിക്കാൻ ചെല്ലുമ്പോൾ പറവൂർ കോൺഗ്രസിന്റെ കോട്ടയോ കോൺഗ്രസിന് എന്തെങ്കിലും സ്വാധീനമുള്ള സ്ഥലമായിരുന്നില്ല. ആദ്യ അംഗത്തിൽ പരാജയമായിരുന്നു വി ഡിക്ക് വിധിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് 25 വർഷക്കാലം പറവൂർ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ മണ്ഡലമായ പറവൂരിനെ ത്രിവർണത്തിൽ മുക്കി ജനകീയനായ MLA ആയി അവിടെ നിന്ന് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിട്ടുണ്ടെങ്കിൽ അതാ നേതാവിൻ്റെ നിശ്ചയദാർഢ്യവും ജനങ്ങളോടുള്ള പെരുമാറ്റവും വികസനോത്മകമായ കാഴ്ചപ്പാടുകളും അത് നടപ്പിലാക്കാനുള്ള ഉത്സാഹവും അത് നടപ്പിലാക്കാനുള്ള ബുദ്ധിയും അതിനെ ആസൂത്രണം ചെയ്യാനുള്ള സംഘടനാ സംവിധാനവും അതിനെ ആസൂത്രണം ചെയ്യാനുള്ള വ്യക്തിബന്ധങ്ങളും അതിനാവശ്യമായ പണം കണ്ടെത്തുന്നതിനുള്ള ആസൂത്രണ ബുദ്ധിയുമാണ്. അത്തരത്തിൽ പറവൂരിൽ ജനിച്ചൊരു പദ്ധതിയുടെ പേരാണ് പുനർജനി. ഒരു നാട് മുഴുവൻ പ്രളയത്തിൽ മുങ്ങിയപ്പോൾ തീരദേശ മേഖല ഉൾപ്പെടുന്ന പറവൂരിൻ്റെ മുക്കിലും മൂലയിലും വെള്ളം കയറിയപ്പോൾ വീടുകളും കടകളും കന്നുകാലികളും ഉപജീവന മാർഗങ്ങളും ഒഴുകി വന്ന വെള്ളത്തിൽ നശിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ജീവിതമില്ലാത്ത ഒരു ജനത ആകാശത്തേക്ക് നോക്കി ഭഗവാനെ എന്ന് വിളിച്ചപ്പോൾ സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയ പറവൂരിൻ്റെ MLA വി ഡി സതീശൻ രക്ഷാ ക്യാമ്പുകളിലേക്ക് എത്തിയ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തു, ഞാനിവിടെ MLA ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. സർക്കാരിൻ്റെ ലിസ്റ്റിൽ പെടാതെ പോയ ഈ കുടിലുകൾ, കന്നുകാലികൾ, തയ്യൽ മെഷീനുകൾ, അങ്ങനെ സാധാരണക്കാരുണ്ട്. ഈ പറവൂര് അത്ര വലിയ വികസിത സ്ഥലമൊന്നുമായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടുണ്ടായവൻ്റെ പൊളിഞ്ഞു പോയവന് വീടൊക്കെ കൊടുത്തു പലയിടങ്ങളിലും. അവിടെ വി ഡി സതീശൻ തനിക്കറിയാവുന്ന പൗരപ്രമുഖന്മാരെയും സാധാരണക്കാരെയും ജനങ്ങളെയും ബിസിനസ്സുകാരെയും സംഘടനകളെയും സംവിധാനങ്ങളെയും ചേർത്തുകൊണ്ട് പുനർജനി എന്നൊരു പദ്ധതി ഉണ്ടാക്കി നൂറുകണക്കിന് ആളുകൾക്ക് വീടും ഉപജീവന മാർഗവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. ആ പുനർജനി ഒരു വലിയ ഭീഷണിയാണ് ഞങ്ങൾക്ക് എന്ന് മനസ്സിലാക്കിയ ഇടതുപക്ഷം പുനർജനിയുടെ പേരിൽ അഴിമതി കഥകൾ ആരോപിച്ചുകൊണ്ട് നിയമസഭയിൽ വെല്ലുവിളിച്ചപ്പോൾ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ ഏത് അന്വേഷണ ഏജൻസിയെ വെച്ച് വേണമെങ്കിലും പുനർജനി പദ്ധതിയെക്കുറിച്ചൊരു അന്വേഷണം നടത്തും, ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അവസാനം നിങ്ങൾക്ക് ആ അന്വേഷണ കമ്മീഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഇവിടുത്തെ 140 MLA-മാർക്കും പോട്ടെ വി ഡി സതീശൻ ഒഴിച്ചു നിർത്തിയാൽ 139 MLA-മാർക്കും അയച്ചു കൊടുത്തിട്ട് ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ, കരുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് നോക്കി പഠിക്കാൻ പറയേണ്ടി വരുമെന്ന് നിയമസഭയിൽ പ്രസംഗിച്ച നേതാവിൻ്റെ പേരാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ ഈ ഒരു ജാഥ നയിക്കുന്നുണ്ട്. കാസർഗോഡ് നിന്ന് ഇങ്ങ് മധ്യ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഈ ജാഥയുടെ ഇടയിൽ എല്ലാ ജില്ലകളിലും അവിടെ ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഇങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു മനുഷ്യനൊരു കാൽനട പ്രചാരണ ജാഥ നടത്തി. അന്ന് അദ്ദേഹം കണ്ടത് ഇവിടുത്തെ ബിസിനസ്സുകാരെ മാത്രമായിരുന്നില്ല. ബിസിനസ്സുകാർക്കൊക്കെ അവസാനത്തെ പ്രയോറിറ്റി ഉണ്ടായിരുന്നുള്ളൂ, മില്യനേഴ്സിനൊക്കെ അല്ലെങ്കിൽ ലക്ഷാധിപതികൾക്കൊക്കെ. അദ്ദേഹം കണ്ടത് ഇവിടുത്തെ കേരളത്തിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആ ജാഥയിൽ ഒരുപാട് ജില്ലകളിൽ വാർത്താ റിപ്പോർട്ടിങ്ങിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഈ നാട്ടിലെ കശുവണ്ടി തൊഴിലാളിയെയും കർഷക തൊഴിലാളിയെയും കയർ തൊഴിലാളിയെയും കർഷകനെയും തൊഴിൽദാതാവിനെയും ചെറുകിട കച്ചവടക്കാരെയും വൻകിട കച്ചവടക്കാരെയും ഇടത്തരം കച്ചവടക്കാരെയും ഇടത്തരം വ്യവസായികളെയും സ്റ്റാർട്ടപ്പ് ആഗ്രഹങ്ങളുമായി നടക്കുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ നടന്നത്. ആ മനുഷ്യൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകളാണ് ഈ മോദി അമിത് ഷാ ഇരട്ട എഞ്ചിൻ ഘടിപ്പിച്ച എഞ്ചിൻ അവർ കണ്ടുവച്ചിരുന്ന 100 സീറ്റുകളാണ് ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയിലേക്ക് മറിഞ്ഞത്. അതേ രീതിയിൽ തന്നെയാണ് വി ഡി സതീശൻ്റെ ഈ ജനങ്ങളെ കാണുന്ന പദ്ധതികൾ. അദ്ദേഹം കാണുന്നത് ഇവിടുത്തെ വലിയ വൻകിട മുതലാളിമാരെയല്ല, ചങ്ങത്ത മുതലാളിമാർ, അവരെ അല്ല അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളിൽ നെയ്മീൻ കറിയും അണ്ടിപ്പരിപ്പും അങ്ങനെ കൂടിയ വിഭവങ്ങളൊന്നുമില്ല. ഓർമ്മയുണ്ടാവും, ഒരു നവകേരള യാത്ര നടത്തി ലക്ഷറി വാഹനത്തിൽ 360 ഡിഗ്രിയിൽ കറങ്ങാൻ പറ്റുന്നൊരു കസേരയും മന്ത്രിമാരെയും കയറ്റിക്കൊണ്ട്
ചിലവ് ചുരുക്കൽ എന്ന പേരിൽ ഉല്ലാസയാത്ര കാസർഗോഡ് നിന്നൊരു ജാഥ തുടങ്ങിയപ്പോ ഈ മന്ത്രിമാരുടെയൊക്കെ ഔദ്യോഗിക വാഹനങ്ങളും അകമ്പടി വാഹനങ്ങളും കൂടി ചേർത്ത് ഒരു 200-300 വാഹനങ്ങൾ ഡീസലും കത്തിച്ച് പിന്നാലെ വന്നൊരു ജാഥ. എതിർക്കാൻ വന്ന പ്രതിപക്ഷ പാർട്ടിക്കാരെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ തല്ലിച്ചതച്ചൊരു ജാഥ. ആ ജാഥയുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന്റെ വിഭവങ്ങളൊക്കെ കണ്ട് മലയാളി വായിൽ വെള്ളമൂറിയതാണ്. എന്നിട്ട് അവൻ മനസ്സിൽ പറഞ്ഞു, ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന, അപ്പൊ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു പഴയ സിനിമയാണ്, അന്യൻ വിറക്കുന്ന കാശും കൊണ്ട് അപ്പവും മീഞ്ഞും കഴിച്ചിരിക്കുന്നവനെ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല എന്ന് പറയുന്ന സോമൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് സുരേഷ് ഗോപി പടത്തിൽ. അതേ ഡയലോഗാണ് നമുക്കൊക്കെ ഓർമ്മ വന്നത്. പക്ഷെ വി ഡി സതീശൻ ഒരു ജാഥ നയിക്കുമ്പോൾ ആ ജാഥയിൽ ജനങ്ങളെ കാണുമ്പോൾ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആളുകളുമായി അദ്ദേഹം സംവദിക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ എഴുതി വെക്കുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്, പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ജാഥ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ജനസാഗരം അവിടേക്ക് ഒഴുകിയെത്തും. പി ഡി സതീശന് നിവേദനം കൊടുക്കാൻ ചെന്ന ഒരു സ്ത്രീയുടെ നിവേദനം കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞൊരു PR വർക്ക് നമ്മൾ കണ്ടായിരുന്നു. പി ഡി സതീശൻ തന്നെ നേരിട്ട് വന്നതിന്റെ മറുപടി പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട് അതിന്റെ ആ സ്ത്രീയുടെ പ്രതികരണം, ഞാൻ നേഷൻ ഫസ്റ്റ് വഴി ടെലികാസ്റ്റ് ചെയ്യും. അതിൽ കൃത്യമായവർ പറയാണ്, മറ്റാരും കാണാതെ എനിക്ക് പറയാനുണ്ടായിരുന്ന ഒരു കുറിപ്പ് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വി ഡി സതീശൻ അത് തുറന്ന് വായിച്ചു, അത് മറ്റാരും കാണാനാത്തതാണെന്ന് മനസ്സിൽ കുറിച്ചതിന് ശേഷം ആ പേപ്പർ കീറിക്കളഞ്ഞു. അതിനെപ്പോലും ഇവന്മാർ ചിത്രീകരിച്ചത് എന്താ? ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ 2 കിലോമീറ്റർ അടുത്ത് പോയി നിന്നൊരു കത്തൊരു തോട്ടക്കമ്പി കുത്തി കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. 7 അയലത്ത് പോകാൻ പറ്റില്ല, കറുത്ത വസ്ത്രം അണിഞ്ഞ് പോകാൻ പറ്റില്ല, അയാളുടെ വാഹന വ്യൂഹം പോകുമ്പോൾ ആ റോഡ് സൈഡിൽ പോലും പോയി നിൽക്കാൻ പറ്റില്ല. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു വി ഡി സതീശൻ ജനജാഥ നയിക്കുകയാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ജനങ്ങളോട് അത്രയും അടുത്തു നിന്നൊരു നേതാവ് ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി എന്നാണ് അയാളുടെ പേര്. ഏതൊരു കുഞ്ഞിനും ഏതൊരു അയാൾക്കും ഏതൊരു ചെറുപ്പക്കാരനും ഉമ്മൻചാണ്ടി എന്ന പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ടായിരുന്നു. അവിടേക്കാണ് ഈ പറയപ്പെടുന്ന വി ഡി സതീശന്റെ കടന്നു. ഞാൻ ഇത് പറഞ്ഞു വന്നത് ഈ ഒരു താരതമ്യ പഠനമാണ്. വെള്ളപ്പള്ളിയുടെ പരാമർശത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ മണ്ഡലങ്ങളിലും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ, ഓരോ ജനവിഭാഗത്തിനും എന്തൊക്കെ ആവശ്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്ന കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനോട് കൂടിയാണ് ടീം UDF പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ പറയപ്പെടുന്ന ജാഥ നയിക്കുന്നത്. അതിന്റെ പിന്നണിയിൽ ശക്തിയായി രമേശ് ചെന്നിത്തലയും ഈ പറയപ്പെടുന്ന KC വേണുഗോപാലും ഉണ്ടെങ്കിൽ ജനാധിപത്യത്തിന്റെ മഹത്തരമായ ദൃശ്യങ്ങളല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതിൽ എന്തിനാണ് ഒരു സാമുദായിക നേതാവ് ഈ പറയപ്പെടുന്ന തരത്തിൽ വിമർശിക്കുന്നത്? നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട എത്രയോ സമുദായ സ്നേഹികൾ, ശ്രീനാരായണീയ ഭക്തർ, ശ്രീനാരായണീയർ ഈ ജാഥയിൽ അണിനിരക്കുന്നുണ്ട്. വനിതകൾ, ചെറുപ്പക്കാർ, പുരുഷന്മാർ, കുട്ടികൾ, UDF വോട്ട് ചെയ്യുന്നവരുണ്ട്. സ്വയം ഇങ്ങനെ നാറാമോ? ഇതൊക്കെ നമുക്ക് സുകുമാരൻ നായരെ കണ്ടുപിടിക്കണം. വെള്ളാപ്പള്ളി നടേശൻ തന്റെ സംഘടനയെ തന്നെ രാഷ്ട്രീയപരമായി ഇവന്മാരെ ഹൈജാക്ക് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാക്കിയ നിമിഷം കടക്ക് പുറത്തെന്ന് പറഞ്ഞു. NSSന്റേതായ നിലപാടുകളുണ്ട്. NSSന്റെ രാഷ്ട്രീയ നിലപാടുകൾ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല നായർ സമൂഹം എന്ന കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനും വി ഡി സതീശനോട് എതിർപ്പുണ്ട്. കാരണം ഈ പറയപ്പെടുന്ന കേന്ദ്രമന്ത്രിമാർ മുതൽ ഇങ്ങ് പഞ്ചായത്ത് മെമ്പർമാർ വരെ പെരുന്നയിൽ അദ്ദേഹത്തിന്റെ റൂമിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാലത്ത് ഈ പറയപ്പെടുന്ന വി ഡി സതീശൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ആ എതിർപ്പ് അദ്ദേഹത്തിനുണ്ടാവും. പറവൂരിൽ കഴിഞ്ഞ തവണ വി ഡി സതീശനെ സഹായിച്ചിട്ടുണ്ട് NSS എന്ന് പറയുന്നു, ഇത്തവണ സഹായിക്കില്ല എന്ന് അദ്ദേഹം നിലപാട് പറയുന്നുണ്ട്. ഇത് കേട്ട് പിറ്റേ ദിവസം ഓടി അങ്ങോട്ട് പോയില്ലല്ലോ വി ഡി സതീശൻ. കാരണം ഒരു സമുദായ നേതാവിന്റെയും കരുണയിലല്ല, താൻ ചെയ്ത പ്രവൃത്തികളിലാണ് പറവൂരിലെ ജനങ്ങളെ തനിക്ക് വിശ്വാസം. ഏത് നേതാവും വന്ന് മത്സരിച്ചോട്ടെ, CPMന്റെയോ CPIയുടെയോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വേണമെങ്കിൽ നേരിട്ട് വന്ന് മത്സരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. വിങ്ങിപ്പെട്ടിക്കൊണ്ട് പറവൂരിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. എന്നെ ഞാനാക്കിയ പറവൂരിന്റെ ജനതയോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം UDF നടത്തുകയാണ്. ഇവിടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് വി ഡി സതീശനോ, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് രമേശ് ചെന്നിത്തലയോ, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് KC വേണുഗോപാലോ പറഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ഇവർ 3 പേരും പറയുന്നത്. ഇവരുടെ ലക്ഷ്യം എന്താ? 100 സീറ്റുകൾ. 41-ൽ നിന്ന് 100 സീറ്റുകൾ. ഒരു ചരിത്രമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് 7 MLAമാരുമായി നിയമസഭയിലെ പ്രതിപക്ഷത്തിരുന്നൊരു നേതാവുണ്ട്. അവിടെ നിന്ന് അടുത്ത തവണ അധികാരത്തിലേക്ക് നടന്നു കയറുമ്പോൾ അവരുടെ ഭൂരിപക്ഷം എത്രയായിരുന്നു എന്ന് ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കും. ആ നേതാവിന്റെ പേര് ലീഡർ എന്നാണ്, കരുണാകരൻ എന്നാണ്. ഇവിടെ കോൺഗ്രസിനെ UDFനെ അങ്ങനെ ചെറുതായിട്ടൊന്നും ആരും കാണണ്ട. ഇവർ അസ്തമിച്ചും പോയില്ല. ഇനി BJPക്കാർക്ക് ഒരു കണക്കൂട്ടലുണ്ട്. BJPയുടെ ഒരു കണക്കൂട്ടലുണ്ട്. ഒരു തവണ കൂടി LDF അധികാരത്തിലെത്തിയാൽ UDF ഇവിടെ ഇല്ലാതാകും. ആ ഗ്യാപ്പിൽ UDFിലെ ഘടകകക്ഷികളെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ട്, ജനങ്ങളെ ഒപ്പം കൂട്ടിക്കൊണ്ട് രണ്ടാം കക്ഷിയായി അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJPക്ക് ഉയർന്നു വരാമെന്ന്. ഇത് കേരളമാണ് സാറേ, നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയം കളിക്കുന്ന സ്ഥലമല്ല.
കോൺഗ്രസ് വികാരമായി കാണുന്ന ജനങ്ങളുള്ള നാടാണ്. UDF-നെ വൈകാരികമായി ചേർത്ത് പിടിക്കുന്ന നാടാണ്. കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നവരെ, UDF-ന് വേണ്ടി സംസാരിക്കുന്നവരെ വൈകാരികമായി ചേർത്ത് പിടിക്കുന്ന നാടാണ് ഇവിടം. ഇവിടെ അങ്ങനെയൊന്നും ഒരു വർഗീയ കക്ഷികൾക്കും വേരോട്ടം നടത്താൻ സാധിക്കില്ല. ഒരു തവണ കൂടി അങ്ങ് LDF, ഇപ്പോൾ VD സതീശൻ പറഞ്ഞല്ലോ, ആക്രമിക്കുന്നെങ്കിൽ മുന്നിൽ നിന്ന് ആക്രമിക്കണം, തിരിഞ്ഞോടിയിട്ട് പേടിച്ചോടിയിട്ട് പിന്നിൽ നിന്ന് കുത്തേറ്റ് മരിക്കാൻ ഞാൻ തയ്യാറല്ല. അധികാരം കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്നങ്ങ് വെക്കും. ഒരു വർഗീയ കക്ഷിയുടെയും പിന്നാലെ പോവില്ല. അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ വർഗീയ കക്ഷികളുടെ കാലിൽ എണ്ണയിട്ട് തിരുമ്മി കൊടുത്താലാണ് അധികാരം കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള അധികാരം വേണ്ട എന്ന് UDF നേതൃത്വം അങ്ങ് തീരുമാനിച്ച ഒരു തവണ കൂടി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്ന BJP വിചാരിക്കുന്നുണ്ടോ BJP കൂടെ വളർന്നു കയറാൻ പറ്റുമെന്ന്? 10 മടങ്ങ് ശക്തിയായി UDF ഉദിച്ചുയരും. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു. അത് സഖാക്കന്മാരുടെ പാട്ടാണ്. പക്ഷേ രക്തബീജന്റെ ജനിസാണ് കോൺഗ്രസ്സുകാരന്റെ ജനിസ്. അടിയേറ്റ് നിലം പരിശായ ഈ പറയപ്പെടുന്ന നേതാക്കന്മാർ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എത്ര തവണ വീണു പോയിട്ടുണ്ട്? എത്ര തവണ രാഷ്ട്രീയ പടക്കളങ്ങളിൽ വീണു പോയിട്ടുണ്ട്? കഴിഞ്ഞ തവണ വീണ്ടും ഒരു തുടർഭരണം നേടിയപ്പോൾ ആരെങ്കിലും വിചാരിച്ചോ രമേശ് ചെന്നിത്തല ഇത്തരം പൂർവാധികം ശക്തിയോടുകൂടി ഉയർന്നു വരുന്നു വന്നു? VD സതീശൻ ആദ്യം അവിടെ പരാജയപ്പെട്ടപ്പോൾ, പിന്നീട് ഗ്രൂപ്പ് തർക്കങ്ങളുടെ പേരിൽ കിട്ടേണ്ട മന്ത്രിസ്ഥാനം ഇല്ലാതായപ്പോ ആരെങ്കിലും വിചാരിച്ചോ VD സതീശൻ പ്രതിപക്ഷ നേതാവാകുമെന്ന്? നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾ വേണമെങ്കിൽ V ശിവൻകുട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേ. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിന് അദ്ദേഹത്തിനോട് എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വകുപ്പ് വളരെ നല്ല രീതിയിൽ അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ്? ആരോഗ്യവകുപ്പിനെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾക്ക് മുമ്പുള്ള 5 വർഷക്കാലങ്ങൾ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പേരും പെരുമയും നേടിയ ഒരു ഡിപ്പാർട്ട്മെന്റ് 5 വർഷക്കാലം. ഇപ്പോ പത്രത്തിൽ വന്ന ചിത്രം കണ്ടില്ലേ, ഒരു ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം കത്രിക മുഖ്യമന്ത്രി കൈമാറുന്നത് എത്ര ഒതുക്കത്തോടെയാണ് മുഖ്യമന്ത്രി ചേർത്ത് നിർത്തുന്നത് വീണയെ. അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ ജോർജിനെ ചേർത്ത് വെക്കുന്നതിൽ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. അത് വോട്ട് രാഷ്ട്രീയം, വീണ ജോർജിനോടുള്ള രാഷ്ട്രീയമല്ല. വീണ ജോർജ് എങ്ങനെ സ്ഥാനാർത്ഥിയായി, എങ്ങനെ മന്ത്രിയായി ചിന്തിക്കേണ്ട കാര്യം. മുഹമ്മദ് റിയാസിന്റെ ശുപാർശ, അങ്ങനെ മുഹമ്മദ് റിയാസിന്റെ ശുപാർശ കൊണ്ടൊന്നുമല്ല, കൃത്യമായി സഭയുടെ സ്ഥാനാർത്ഥിയാണ് വീണ ജോർജ്. ഇപ്പോഴും അങ്ങനെ തന്നെ. ആറന്മുള പോലൊരു മണ്ഡലത്തിൽ ഒരു മാധ്യമ പ്രവർത്തകയായ വീണ ജോർജിനെ സഭ മത്സരിപ്പിച്ച് ജയിച്ചു വരുമ്പോ ആ വിജയാഹ്ലാദം മുഴക്കുന്ന ജീപ്പിന്റെ മുന്നിൽ കയറി ലോഹയിട്ടൊരു അച്ഛൻ കളിക്കുന്ന ഒരു ഡാൻസ് ഉണ്ട്. ദൃശ്യങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാൻ, ചിത്രങ്ങൾ ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സഭയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അടുത്ത തവണ 2ാം തവണ ജയിച്ചു വരുമ്പോ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചറെ പോലെ പരിണിതപ്രജ്ഞയായ ഒരാൾ ഇരുന്ന കസേരയിലേക്കാണ് വീണ ജോർജിനെ കൈപിടിച്ചുയർത്തിയത്. വീണ ജോർജിന്റെ ക്വാളിറ്റി കൊണ്ടാണോ? അല്ല, അത് സഭയുടെ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ്. വോട്ട് രാഷ്ട്രീയം തന്നെ. ഐഷ പോറ്റിയെ പോലെ 15 വർഷക്കാലം ഭൂരിപക്ഷം ഉയർത്തി വന്ന ഒരു MLA-ക്ക് വെറും MLA ആയി മാത്രം പടിയിറങ്ങേണ്ടി വന്ന സെക്രട്ടേറിയറ്റ് നിയമസഭാ മന്ദിരമാണത്. അവിടെയാണ് കേവലം 2ാം തവണ വിജയിച്ചു വരുന്ന ഒരാൾ മന്ത്രിയാകുന്നത്. അതിനുമപ്പുറത്ത് അത്ഭുതമാണ് താങ്കൾ പറഞ്ഞ മുഹമ്മദ് റിയാസ്. ആദ്യ തവണ ജയിച്ചു വന്നപ്പോഴേ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ എടുത്ത് കയ്യിൽ കൊടുത്തു. അവിടെ ഷംസീർ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ന്യൂനപക്ഷ പ്രീണനമാണ് വേണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷംസീർ അവിടെ ഉണ്ടായിരുന്നില്ലേ, ചെറുപ്പക്കാരനായിരുന്നില്ലേ? അപ്പോ ഈ ആറന്മുളയുടെ കാര്യം കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലമാണ്. ശിവദാസൻ നായരെ പോലെ കോൺഗ്രസിന്റെ തന്നെ കോട്ടയായിരുന്ന ഒരു സ്ഥലമാണ്. എന്ത് തന്ത്രം പയറ്റിയാലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചവരാണ് വിജയി. ഈ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ രണ്ടാമനില്ല, ഒന്നാമൻ മാത്രമേ ഉള്ളൂ. രണ്ടാമനോ മൂന്നാമനോ നാലാമനോ ഒന്നുമില്ല. തോറ്റ MLA തോറ്റ MP എന്ന് പറയുന്നത് സമ്പത്ത് മാത്രമാണ്, വേറെ ആരും ഇല്ല. തോറ്റ MP അത് സമ്പത്താണ്, അല്ല വേറൊരാളില്ല, ലോകത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് വീണ ജോർജ് ജയിച്ചു, അതിനെ നമ്മൾ അംഗീകരിക്കുന്നു, നിങ്ങൾ സഭയുടെ സ്ഥാനാർത്ഥിയായി. പക്ഷേ 2ാം തവണ ജയിച്ചു വരുമ്പോഴത്തേക്ക് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താ? അതും ശൈലജയെ മാറ്റിയിരുത്തി, അതും CPM പോലൊരു സംഘടനയും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് കൊടുക്കുമ്പോ ഒരു മാധ്യമ പ്രവർത്തകയാണ്. നമുക്കൊക്കെ അഭിമാനത്തോടെ പറയാൻ പറ്റും നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു ജേർണലിസ്റ്റ് ആണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്നത്. നിങ്ങൾ ആ സിസ്റ്റം റെഡിയാക്കണ്ടേ? നിങ്ങൾ സിസ്റ്റത്തെ കുറ്റം പറയുന്നത് സിസ്റ്റം റെഡിയാക്കണ്ടേ? ഈ പറയപ്പെടുന്ന ഇവർ ചോദിക്കുന്നുണ്ട്, ഇവർ മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ചെയ്ത തെറ്റെന്ന്, ഞാൻ അന്വേഷിച്ചില്ലേ, നടപടിയെടുത്തില്ലേ? എങ്കിൽ പിന്നെയും എന്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇത് ആവർത്തിക്കപ്പെടുന്നു? അത് മൂല കാരണം, റൂട്ട് കോസ് അത് കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിച്ച് അവിടെ മരുന്ന് വെക്കണ്ടേ? അവിടെ മരുന്ന് വെക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ, അത് നമ്മുടെ വിഷയം അതല്ല. വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സാമുദായിക നേതാവ് എഴുതി വെച്ചോ, ഈ നിങ്ങൾ പറയുന്ന ഭാഷയിൽ മുന്നിൽ നിന്ന് VD സതീശൻ നയിക്കുന്ന ആ ജാഥ, പിന്നിൽ നിന്ന് KC വേണുഗോപാലൻ, രമേശ് ചെന്നിത്തല നയിക്കുന്നു എന്ന് താങ്കളാണ് പറയുന്നത്. എങ്കിൽ ആ ജാഥ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പല വിസ്മയങ്ങളും കാണേണ്ടി വരും. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങളുടെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എഴുതി വെച്ചോ.
അത് UDF-കാരൻ അവിടെ കയറുമെന്നല്ല ഞാൻ പറഞ്ഞു. നാണക്കേട് കൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾ വല്ല ഡൽഹിയിലോ അവിടെ ഇവിടെ റൂം എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നതാണ് നല്ലത്. വന്ധ്യവയോധികനായ വെള്ളാപ്പള്ളി നടേശനോട് പറയുകയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ മുഖ്യമന്ത്രി ആരോ ആകട്ടെ, UDF ഇവിടെ നേടാൻ പോകുന്ന വലിയ നേട്ടം അത് ചരിത്രത്തിൽ സ്വർണ്ണ ലിപികൾ കൊണ്ട് കുറിക്കുന്ന നേട്ടമായിരിക്കും.